1974 സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. മലയാള സിനിമയുടെ രൂപപരിണാമങ്ങളും അതിൻ്റെ തുടർച്ചയുമൊക്കെയായിരുന്നു ആ റിപ്പോർട്ടിലെ പ്രധാന പരാമർശ വിഷയം. അതിൽ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് ടി.ആർ. സുന്ദരം സംവിധാനം ചെയ്ത മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ബാലൻ എന്ന ശബ്ദചിത്രത്തോടു കൂടിയാണ് എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇന്നും ആ രേഖ ഔദ്യോഗികമായി തിരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് ജെ.സി. ദാനിയേലിൻ്റെ വിഗതകുമാരൻ എന്ന ചിത്രത്തിൽ നിന്നാണ് എന്നതിന് ഇന്ന് തർക്കമില്ല. മാധ്യമങ്ങളും ചരിത്രകാരന്മാരും അത് സാക്ഷ്യപ്പെടുത്തുന്നു. അതൊരു നിശബ്ദ സിനിമയായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു താരതമ്യത്തിൽ കാണാവുന്ന ഏക വ്യത്യാസം. പ്രത്യേകിച്ചും അന്ന് പൊതുമേഖലാടിസ്ഥാനത്തിൽ ഒരു ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രം, ഒരു ഫിലിം സ്റ്റുഡിയോ ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രാഥമിക പര്യാലോചന വേളയിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുകയും അതല്ല സത്യമെന്ന് അന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി ജെ.സി. ദാനിയേൽ എന്ന് പറയുന്ന ഒരാളെടുത്ത വിഗതകുമാരൻ എന്ന് പറയുന്ന നിശബ്ദ ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ അതിനോട് മലയാറ്റൂർ രാമകൃഷ്ണൻ വളരെ പരുഷമായി പ്രതികരിച്ചു എന്നാണ് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതേ ചൊല്ലി ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു. കരുണാകരൻ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് വിവരദോഷമാണെന്ന് ധരിച്ചുവെന്നും അതല്ല മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞതാണ് ശരിയെന്ന് സമർത്ഥിച്ചുവെന്നും അതിൽ ഗോപാലകൃഷ്ണൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുവെന്നും എല്ലാം ഗോപാലകൃഷ്ണൻ്റെ പല കുറിപ്പുകളിൽ നിന്നും വായിച്ചറിയുവാനിട വന്നിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പറയുന്നത് മലയാള സിനിമയുടെ കഥ തുടങ്ങുന്നത് ജെ.സി. ദാനിയേൽ എന്നു പേരുള്ള ഒരു അഹൈന്ദവനിൽ നിന്നാണെന്നുള്ളതിലുള്ള വിപ്രതിപത്തിയാകണം ഇവരെ ഇത്തരത്തിലുള്ള നിരാകരണത്തിന് പ്രേരിപ്പിച്ചതെന്നാണ്. അത്രത്തോളം അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇന്ന് കഥാപുരുഷന്മാരിൽ അധികം പേരും ബാക്കിയില്ലാത്തത് കൊണ്ടും അഥവാ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കത്തക്ക വിധത്തിൽ അവരെ ആരോപണ വിധേയരാക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും അതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. എന്തായിരുന്നാലും ആ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാർ ഫയലിൽ ബാക്കി കിടപ്പുണ്ട്. മലയാള സിനിമ അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1938 നിർമ്മിക്കപ്പെട്ട ബാലൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. അതല്ല സത്യം. അതിനു മുമ്പ് നിശബ്ദ ചിത്രങ്ങളായി വിഗതകുമാരനും തുടർന്ന് സുന്ദരരാജൻ്റെ മാർത്താണ്ഡവർമ്മയും ഇവിടെ നിർമ്മിക്കപ്പെടുകയുണ്ടായി എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. ആദ്യ ചിത്രമായ ജെ.സി. വിഗതകുമാരൻ്റെ നിർമ്മാതാവ് എന്ന നിലയിലാണ് ജെ.സി. ദാനിയേൽ ഇന്ന് മലയാള സിനിമയുടെ പിതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര ബഹുമതികൾ ഏർപ്പെടുത്തിയപ്പോൾ സമഗ്ര സംഭാവന മലയാള സിനിമാ സംസ്കൃതിക്ക് നൽകിയ വ്യക്തിക്ക് നൽകുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര ബഹുമതിക്ക് മലയാള സിനിമയുടെ പിതാവ് എന്ന പരിഗണനയിൽ ജെ.സി. ദാനിയേലിൻ്റെ പേരാണ് ചാർത്തി കൊടുത്തിട്ടുള്ളത്. അത് തന്നെ ഔദ്യോഗികമായി ജെ.സി. ദാനിയേലിനെ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയിൽ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 1893 തിരുവനന്തപുരത്തെ മെഡിക്കൽ സർവീസിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്ന സോമസുന്ദരം എന്ന വ്യക്തിയുടെ പുത്രനായിട്ടാണ് ജെ.സി. ദാനിയേൽ ജനിക്കുന്നത്. ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായി കഴിഞ്ഞ അഗസ്തീശ്വരം താലൂക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തിരുവനന്തപുരം മഹാരാജാസ് സ്കൂളിലാണ് നിവർത്തിച്ചത്. ആ സ്കൂള് പിന്നീട് കോളേജായി രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളത് തുടർ ചരിത്രം. പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് കളരി അഭ്യാസ മുറകളിൽ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വേണ്ട ശിക്ഷണം നേടിയിട്ടുണ്ട്. ഒരു നല്ല കളരി അഭ്യാസിയായിരുന്നു അദ്ദേഹം. തൻ്റെ ആയോധന മുറകളിലെ വിവിധ പോസുകളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ഏതാനും ഫോട്ടോഗ്രാഫുകൾ അദ്ദേഹം എടുത്ത് അഭിമാനപൂർവ്വം സുഹൃത്തുക്കളെ കാണിക്കുമായിരുന്നു. അതിനിടയിൽ ഒരു സുഹൃത്താണ് പറഞ്ഞത്, ഈ കളരി അഭ്യാസ മുറകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ ചേർത്തിണക്കിക്കൊണ്ട് ഒരു കഥ ഉണ്ടാക്കി സിനിമയാക്കിയാൽ കളരി എന്ന ഈ ആയോധന കലയ്ക്ക് വലിയ പ്രചാരം ലഭിക്കുന്നതിന് അത് കാരണമാകും. പ്രേക്ഷകർക്ക് ആ സിനിമയോട് വളരെ താല്പര്യം തോന്നും. അങ്ങനെ അതൊരു പുതിയ തുടക്കമാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വത്തിലേക്കുള്ള ഒരു വാതിലും അതിലൂടെ തുറന്നു കിട്ടും എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ദാനിയേലിന് അതിൽ കൗതുകം തോന്നി, കമ്പം തോന്നി. അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളതിനേക്കാളേറെ താൻ പ്രാവീണ്യം നേടിക്കഴിഞ്ഞിട്ടുള്ള ആയോധന കലയുടെ കളരി പാരമ്പര്യ മുറകളുടെ
ഒരു പ്രചരണത്തിനും അതിൻ്റെ കൂടുതൽ സ്ഥായിയായ ദൃശ്യവൽക്കരണത്തിനും ഉള്ള സാധ്യതകളാണ് ചലച്ചിത്രം എന്ന മാധ്യമത്തെ തേടിപ്പോകുന്നതിന് ദാനിയലിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നതിന് എന്തുമാത്രം സാമ്പത്തിക സമാഹരണം വേണ്ടിവരുമെന്ന് ആരാഞ്ഞുകൊണ്ട് മദ്രാസിയിലും ബോംബെയിലുമുള്ള ചില ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് കത്തെഴുതി. പലർക്കും എഴുതിയെങ്കിലും 2 പേരാണ് മറുപടി അയച്ചത്. അതിൽ ഒരു കൂട്ടർ പറഞ്ഞു അന്നത്തെ 10,000 രൂപ വേണമെന്ന്. മറ്റൊരു കൂട്ടർ പറഞ്ഞു അല്ല 40,000 രൂപ വേണം. ഈ 10,000-വും 40,000-വും തമ്മിലുള്ള അകലം സ്വാഭാവികമായും ദാനിയലിൻ്റെ മനസ്സിൽ ഒരുപാട് സന്ദേഹങ്ങൾ ഉണർത്തി. നേരിൽ പോയി സത്യാവസ്ഥ മനസ്സിലാക്കുകയും അക്കൂട്ടത്തിൽ ഒരു സിനിമ നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതികതകൾ എങ്ങനെ എന്നുള്ളത് കണ്ടു പഠിക്കുകയും ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം മദ്രാസിയിൽ പോയി. ഒരുപാട് ശ്രമിച്ചിട്ടും ഒരു സ്റ്റുഡിയോയ്ക്കകത്തേക്ക് പ്രവേശനം നേടിയെടുക്കുവാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബോംബെയിൽ പോയി, അവിടെയും നിരാശയായിരുന്നു ഫലം. എന്നാലും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയ ശ്രമത്തിൻ്റെ ഇടയിൽ താൻ വന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മറച്ചു വെച്ചുകൊണ്ട് താനൊരു അധ്യാപകനാണെന്നും പഠനത്തിൻ്റെ ഭാഗമായി ഈ കല എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് അറിയാൻ തനിക്ക് കൗതുകമുണ്ടെന്ന് അനുവദിക്കണമെന്നും അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തപ്പോൾ അലിവ് തോന്നിയ ആ സ്റ്റുഡിയോ മാനേജർ അദ്ദേഹത്തെ കയറി കാണുവാൻ അവസരം നൽകി. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് കണ്ടുപഠിക്കുന്നത്. ആ കണ്ടുപഠിത്തം മാത്രമായിരുന്നു ദാനിയലിൻ്റെ കൈമുതൽ. ഒരു സ്റ്റുഡിയോ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഷൂട്ടിംഗ് നടത്തുന്നത്, ചിത്രീകരണ രീതികൾ എന്താണ്, അതിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, സാങ്കേതികതകൾ എന്തൊക്കെയാണ് ഇണക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചമയം മേക്കപ്പാണ് അതിന് ഉപയോഗിക്കേണ്ടത്, ഈ വെളിച്ചത്തിൻ്റെ സ്രോതസ്സുകൾ എவ்விதമാണ് ഏകോപിപ്പിക്കേണ്ടത് തുടങ്ങിയ ഇതിൻ്റെ പണിപ്പുര വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ പരിജ്ഞാനവുമായിട്ടാണ് അദ്ദേഹം വന്നത്, തിരികെ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ സ്വന്തമായൊരു സ്റ്റുഡിയോ ആരംഭിക്കുക, ആ സ്റ്റുഡിയോയിൽ വെച്ച് തൻ്റെ സങ്കല്പത്തിലുള്ള സിനിമ നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പങ്കുകാരനെ കിട്ടി. അവരൊരുമിച്ചിരുന്ന് ഒരുപാട് ദിവസങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. സുന്ദരം എന്നായിരുന്നു അയാളുടെ പേര്. ഒടുവിൽ 2 പേരും കൂടി ഒരു തീരുമാനത്തിലെത്തി. 50,000 രൂപ വീതം 2 പേരും മുടക്കി 1,00,000 രൂപയുടെ മൂലധനത്തോടുകൂടി ഒരു ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ ആരംഭിക്കാം. ആ നിർമ്മാണ സ്ഥാപനത്തിൽ അതിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തൻ്റെ ആദ്യ ചിത്രം നിർമ്മിക്കാം എന്നതായിരുന്നു അത്. ദാനിയൽ അഗസ്തീശ്വരത്ത് പോയി അവിടെയുള്ള പ്രധാനപ്പെട്ട കുറേ സ്വത്തുക്കൾ വിറ്റ് 50,000 രൂപ സമാഹരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുമ്പോൾ കൂട്ടുകാരൻ പിന്മാറി, വാക്ക് മാറ്റി ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ മലയാള സിനിമയിലെ ആദ്യത്തെ ചുവടുവയ്പ്പിൽ തന്നെ ഒരു പിന്മാറ്റത്തിൻ്റെ ചതിയോ അല്ലെങ്കിൽ ഒരു നിരാശതയോ ആണ് ഒരു നിർമ്മാതാവിനെ കാത്തിരുന്നത് എന്നത് കൂടി നാം ഈ കൂട്ടത്തിൽ വായിച്ചറിയുകയാണ്. ബാക്കി പോരാത്ത പണം എങ്ങനെയും സമാഹരിക്കാം, മുന്നോട്ട് വെച്ച കാൽ പുറകോട്ടില്ല എന്ന വാശിയോടെയും നിശ്ചയദാർഢ്യത്തോടും കൂടിയാണ് ദാനിയൽ മുമ്പോട്ട് കുതിക്കുന്നത്. പങ്കാളി പിൻവാങ്ങിയതോടെ നിരാശനായി പിന്മാറാതെ വീണ്ടും നാട്ടിൽ പോയി ബാക്കി സ്വത്തുക്കളിൽ ഭൂരിപക്ഷവും കൂടി വിറ്റ് ഇനിയും ഒരു 50,000 രൂപ കൂടി ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പട്ടത്ത് ഒരു മൊട്ടക്കുന്ന്, ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലം വരുന്ന ഒരു മൊട്ടക്കുന്ന് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന ബാനറിൽ ഒരു ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ അദ്ദേഹം ആരംഭിച്ചു. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ സമീപവാസികൾക്ക് ആദ്യം ഒരു കൗതുകം തോന്നിക്കാണും. ഒരു മൊട്ടക്കുന്ന്, കാടും പടലും എല്ലാം വെട്ടിത്തെളിച്ച് എന്തോ തുടങ്ങാൻ പോകുന്നു. അന്വേഷിക്കുമ്പോൾ ഫിലിം സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നു. എന്താണ് ഫിലിം സ്റ്റുഡിയോ എന്ന് നാട്ടുകാർക്കറിയില്ല. കാരണം അങ്ങനെ ഒന്ന് ഈ ഭാഗത്തില്ല. മദ്രാസിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സേലത്തോ കോയമ്പത്തൂരോ അല്ലെങ്കിൽ ബോംബെയിലോ കൽക്കട്ടയിലോ മാത്രമാണ് അന്ന് ഫിലിം സ്റ്റുഡിയോകളുള്ളത്. തിയേറ്ററുകൾ തന്നെ വളരെ വിരളമായ ഒരു കാലവൃത്തം. അവിടെ അദ്ദേഹം സ്റ്റുഡിയോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബോംബെയിലും മദ്രാസിയിലൊക്കെ ഉള്ള ഫിലിം സ്റ്റുഡിയോകൾക്ക് കനത്ത കൂറ്റൻ മതിലുകളും വലിയ ഗേറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഏതാണ്ട് സ്ഥിര സ്വഭാവമുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആദ്യത്തെ സ്റ്റുഡിയോയിൽ അതിനകത്തുണ്ടായിരുന്ന 2 ചെറിയ മുറികളും ഒരു കുഴി അടുക്കളയുമുള്ള ഒരു ചെറിയ വീടാണ്. വാതിൽപ്പുറ ചിത്രീകരണത്തിനാണ് ദാനിയൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. കാരണം അല്ലാതെ സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ചിത്രീകരിക്കുവാനുള്ള വൈഭവമോ സാങ്കേതിക സൗകര്യങ്ങളോ അന്ന് അദ്ദേഹത്തിന് പ്രാപ്യമായിരുന്നില്ല. മസ്ലിൻ്റെ ഒരു തുണി 4 ചുറ്റും ഒരു ഫ്രെയിമിൽ അടിച്ച് പതിപ്പിച്ച ശേഷം സൂര്യന് നേരെ തിരിച്ചു പിടിക്കും. അതിലൂടെ സൂര്യപ്രകാശം തട്ടി പ്രതിവിധാനിച്ച്
ഷൂട്ടിംഗ് നടക്കുന്ന ആ ഫ്രെയിമായി ഉരുത്തിരിഞ്ഞ് വരാനുള്ള ഭാഗത്തേക്ക് വെളിച്ചം പതിക്കുകയും ചെയ്യുന്ന, ഇന്നും സിനിമയിൽ ലൈറ്റപ്പ് ചെയ്ത ശേഷം നാച്ചുറൽ ലൈറ്റ് കൊണ്ട് ലൈറ്റ് ബൗൺസിങ് കൊണ്ട് ചില ഭാഗങ്ങളിലെ പ്രകാശത്തിന് കൂടുതൽ ഏകതാനത കൈവരുത്തുന്നതിന് വേണ്ടി അവലംബിച്ചു പോരുന്ന ഒരു റിഫ്ലക്റ്റർ സാങ്കേതികത തന്നെയാണ് അന്ന് അദ്ദേഹം അവലംബിച്ചത്. പക്ഷെ അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവലംബം എന്നുള്ളതാണ് അതിൻ്റെ വ്യതിരിക്തത. അഭിനയിക്കുന്നതിന് മുമ്പ് പലതവണ ആ രംഗം അവർ അവതരിപ്പിച്ച് നോക്കി റിഹേഴ്സൽ ചെയ്ത് ഏകദേശം ബോധ്യം വന്ന ശേഷം മാത്രമായിരുന്നു ചിത്രീകരണം നടത്തുക. മേക്കപ്പിന് അന്ന് വലിയ സാമഗ്രികളൊന്നും തന്നെ ലഭ്യമല്ല. അഥവാ ലഭ്യമാണെങ്കിൽ തന്നെ അത് ഏകോപിപ്പിക്കുവാനുള്ള സാധ്യതയില്ല. അധികവും പൗഡറും ഒരുപക്ഷെ വളരെ ഗ്രാമ്യമായ രീതിയിലുള്ള ചില ചുട്ടികളുമൊക്കെ ആയിരുന്നിരിക്കണം അന്നത്തെ ചമയത്തിന് വേണ്ട സാമഗ്രികൾ. ചിത്രത്തിലെ മുഖ്യ വേഷം അഭിനയിച്ചത്, നായകനായി രംഗത്ത് വരുന്നത്, ആയോധന കലയുടെ ഒരു വീരനായകനായ സാഹസികനായ നായകൻ്റെ വേഷമാടിയത് നിർമ്മാതാവായ JC ഡാനിയൽ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കഥയും സംഭാഷണം എഴുതി. അന്ന് തിരക്കഥ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ സാങ്കേതികതകളൊന്നും വളർന്നിരുന്നില്ല. അപ്പോൾ കഥയും സംഭാഷണം എഴുതിയത് ഡാനിയലാണ്, മുഖ്യ വേഷം അഭിനയിച്ചത് ഡാനിയലാണ്, നിർമ്മാണം ഡാനിയലാണ്, ആദ്യത്തെ സ്റ്റുഡിയോ ഡാനിയലിൻ്റെ സ്വന്തമാണ്. ഇതിനൊക്കെ പുറമെ ക്യാമറ ചലിപ്പിക്കുന്ന, അന്ന് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദ്യുച്ഛക്തി ഉപയോഗിച്ചുള്ള ക്യാമറ ചലനങ്ങളൊന്നും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ഹാൻഡിൽ പിടിച്ച് കറക്കുന്നതിനനുസരിച്ചാണ് ക്യാമറ ചലിക്കുക. എന്തെങ്കിലും കാരണവശാൽ ഈ ചലിപ്പിക്കുന്നതിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്താൽ ദൃശ്യവൽക്കരണത്തിൻ്റെ ശ്രുതി മാറും. ഒന്നുകിൽ അതിചടുലമാകും ചലനങ്ങൾ സ്ക്രീനിൽ, അല്ലെങ്കിൽ വളരെ ഇഴഞ്ഞ വിധവുമാകും. അപ്പോൾ ഏകാഗ്രമായ ഒരു ശ്രദ്ധയോടുകൂടി തന്നെ ക്യാമറ ചലിപ്പിക്കേണ്ടിയിരുന്നു. ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അത്രയും വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റാക്കുന്നതിനുള്ള സംവിധാനവും ആ സ്റ്റുഡിയോയിലെ കൊടുസുമുറിക്കുള്ളിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത്. അത് ഉണക്കിയെടുത്ത് അവിടെ തന്നെ സജ്ജീകരിച്ചിരുന്ന ഒരു പ്രൊജക്ഷൻ സിസ്റ്റത്തിലൂടെ അദ്ദേഹം തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഭിത്തിയിലെ സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കണ്ട് പോരായ്മകൾ തിരുത്താൻ വേണ്ടി വീണ്ടും പുനർചിത്രീകരണം നടത്തിയും മറ്റുമായി ചിത്രീകരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സംഭാഷണങ്ങൾ ഉരുവിട്ടുകൊണ്ട് കഥാപാത്രങ്ങൾ അഭിനയിക്കണം. സംഭാഷണം ഒരിക്കലും ലേഖനം ചെയ്യപ്പെടുന്നില്ല, കാരണം ശബ്ദ സിനിമയല്ല, നിശബ്ദ സിനിമയാണ്. പക്ഷെ എന്നാൽ പോലും സംഭാഷണങ്ങൾ ഉരുവിടണം, അതിൻ്റെ ലിപ് മൂവ്മെൻറ്റ്സ് വേണം. അങ്ങനെയുള്ള നിഷ്കർഷതകൾ അദ്ദേഹം നോക്കി കണ്ടു പഠിച്ച ചിത്രീകരണ രീതികളിൽ നിന്ന് സ്വായത്തമാക്കി കഴിഞ്ഞിരുന്നു. നടീനടന്മാർ തങ്ങൾക്കാവശ്യമുള്ള വേഷവിധാനങ്ങൾ സ്വയം തയ്യാറാക്കി കൂടെ കൊണ്ടുവരികയായിരുന്നു. ചമയം മാത്രം അവിടെ വന്ന ശേഷം അണിയുകയും അതിനുശേഷം ഒരുങ്ങി അവർ ആ കഥാപാത്രങ്ങളായി നടിക്കുകയുമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കഥയിലെ നായകൻ്റെ പേര് ചന്ദ്രകുമാർ എന്നായിരുന്നു. വില്ലൻ്റെ വേഷം അഭിനയിച്ചത് ലാലി എന്നു പേരുള്ള ജോൺസൺ എന്ന വ്യക്തിയാണ്. ജോൺസൻ്റെ മകള് പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന നായികയായി മാറി BS സരോജ. നായകനായ ചന്ദ്രകുമാറിൻ്റെ ബാല്യഭാഗം അഭിനയിച്ചത് ഡാനിയലിൻ്റെ മകനായ സുന്ദർരാജാണ്. സുന്ദർരാജ് പിന്നീട് കോളേജ് അധ്യാപകനായി ജീവിതം തേടി മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടി സംരക്ഷണയുടെ തണലിലായിരുന്നു ഡാനിയലിൻ്റെ ജീവിതത്തിൻ്റെ അവസാന പാദത്തിലെ ഏറിയ ഭാഗവും. ചിത്രത്തിലെ നായിക സരോജിനിയുടെ മാതാവിൻ്റെ വേഷം അഭിനയിച്ചത് പേട്ട സ്വദേശിനിയായ ഒരു കമലമാണ്. ഇവരാരും തന്നെ ആദ്യ ചിത്രത്തിനപ്പുറത്തേക്ക് തങ്ങളുടെ അഭിനയ പർവ്വം തുടർന്നില്ല എന്നുള്ളതും നമ്മളിതോട് ചേർത്ത് കാണണം. ആദ്യമായി മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കുവാൻ പുറപ്പെട്ടപ്പോൾ വിഗതകുമാരൻ എന്ന ഒരു ബാലൻ്റെ ജീവിത പോരാട്ടങ്ങളുടെ കഥ അന്നത്തെ സാമൂഹ്യ പരിവൃത്തത്തിൽ നിന്നുകൊണ്ട് കാണുന്നവർക്ക് ഒരു ഉത്തമ മാതൃകയാക്കാവുന്ന വിധത്തിൽ റിയലിസമായി എന്ന് പറയുന്നില്ല, പക്ഷേ റിയലിസത്തിൻ്റെ ചേരുവ കൂട്ടുകളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രമേയ സങ്കല്പമാണ് JC ഡാനിയൽ അവലംബിച്ചത് എന്നത് നാം അടിവരയിട്ട് കാണണം. മറ്റെല്ലാ ഭാഷകളിലും തന്നെ ആദ്യ ചിത്രങ്ങൾ പുരാണ ഇതിഹാസങ്ങളെ അവലംബമാക്കിക്കൊണ്ട് നിർമ്മിച്ചപ്പോൾ, എന്തിനാ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം പോലും മാർത്താണ്ഡവർമ്മ ഒരു പുരാണ കഥയുടെ
ആവിഷ്കാരമായിരുന്നു. ജെ.സി. ദാനിയേൽ നിർമ്മിച്ച ആദ്യ ചിത്രം ഒരു സാമൂഹ്യ പ്രമേയത്തെയാണ് വിഷയമായി സ്വീകരിച്ചത്. പിന്നീട് ശബ്ദ സിനിമയുടെ കാലഘട്ടം വന്നപ്പോൾ ബാലൻ എന്ന സിനിമയ്ക്ക് അവലംബമായതും ഒരു സാമൂഹ്യ കഥയാണ്. മലയാള സിനിമയുടെ പ്രേക്ഷകരും നിർമ്മാതാക്കളും ഒരുപോലെ ചലച്ചിത്ര സംസ്കൃതിയെ സാമൂഹ്യ പരിവർത്തനത്തോട് ചേർത്ത് അനുപാതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയ സ്വീകരണത്തിൽ അതിൻ്റെ ആദ്യ നാളുകൾ തൊട്ടേ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ കൂടി സാക്ഷ്യമായി നാം ഇതിനെ കാണുക. 1926 നിർമ്മാണം ആരംഭിച്ച വിഗതകുമാരൻ 1928 നിർമ്മാണം പൂർത്തിയാക്കി നവംബർ 7 പ്രദർശനത്തിനെത്തിച്ചതെന്നാണ് ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ രേഖപ്പെടുത്തി കാണുന്നത്. പാളയത്തെ ഇന്ന് മരിക്കാർ മോട്ടോഴ്സിൻ്റെ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്യാപിറ്റോൾ തിയേറ്ററിലാണ് ചിത്രം ആദ്യം പ്രദർശിപ്പിച്ചത്. തമിഴ് ചിത്രങ്ങളും ഹിന്ദി ചിത്രങ്ങളും വിദേശ ചിത്രങ്ങളും കൊടികുത്തി വാഴുന്ന ആ കാലഘട്ടത്തിൽ ഒരു മലയാള ചലച്ചിത്രത്തോട് പ്രേക്ഷകർക്ക് എത്രത്തോളം അനുഭാവം കാണിക്കുവാൻ കഴിയും, അതും സാങ്കേതികമായ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മലയാള ചിത്രത്തോട് 2 ദിവസം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നാഗർകോവിൽ കൂടി ചേർന്നുള്ള കേരളത്തിൽ 5ഓ 6ഓ തിയേറ്ററുകളാണ് നിലവിലുണ്ടായിരുന്നത്. ആ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. പക്ഷേ വളരെ ദയനീയമായ ഒരു സാമ്പത്തിക പ്രതിഭവമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. ചിത്രം വൻ പരാജയമായിരുന്നു. അതിഭീകരമായ കടക്കെണിയിലേക്കാണ് ജെ.സി. ദാനിയേൽ നിബന്ധിച്ചത്. സിനിമയിൽ നിന്ന് പോയത് സിനിമയിൽ നിന്ന് തന്നെ വീണ്ടെടുക്കണമെന്ന ചലച്ചിത്ര സഹജമായ ഒരു 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 ആവേശം ദാനിയേലിനുണ്ടായി. വീണ്ടും ഒരു ചിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിസാഹസികമായി അദ്ദേഹം ഏകോപിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയമായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത്. അദ്ദേഹത്തിന് രണ്ടാമതൊരു ചിത്രത്തിനുള്ള ഊഴം കാലം അനുവദിച്ചു കൊടുത്തില്ല. അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഇണക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം കിട്ടുന്ന വിലയ്ക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വിൽക്കുകയും ബാക്കിയുള്ള സ്വത്തുക്കൾ കൂടി വിറ്റ് കടങ്ങൾ ഒരു പരിധിവരെ വീട്ടിയ ശേഷം ബാക്കി പണം കൊണ്ട് ദന്തവൈദ്യം പഠിക്കാൻ പോവുകയും പിന്നീട് പലയിടങ്ങളിലായി ദന്തവൈദ്യൻ എന്ന നിലയിൽ, ഡെൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. ജീവിത സായാഹ്ന വേളയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദാനിയേൽ അപ്പോഴും മനസ്സിൽ കെടാത്ത ഒരു നാളം പോലെ മനസ്സിലൊരു ആഗ്രഹം കൊണ്ടു നടന്നിരുന്നു, ഒരു ചിത്രം കൂടി എനിക്ക് നിർമ്മിക്കണമെന്ന്. പക്ഷേ വിധി അദ്ദേഹത്തോട് കരുണ കാണിച്ചില്ല. ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിൽ കടുത്ത അരിഷ്ടതകളിലാണ് താൻ, വല്ലാതെ വീർപ്പുമുട്ടുകയാണ് സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം എന്ന് കാണിച്ചുകൊണ്ട് ദാനിയേലിൻ്റെ ആ ദൈന്യാവസ്ഥയെ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഗോപാലകൃഷ്ണൻ അയച്ച ഒരു കത്ത് ഞാൻ കാണുവാനിടയായിട്ടുണ്ട്. പക്ഷേ അതായിരുന്നില്ല സത്യമെന്നും തങ്ങൾ ദാനിയേലിനെ വേണ്ട വിധം പരിരക്ഷിച്ചിരുന്നുവെന്നും മക്കൾ പറഞ്ഞതായും ഗോപാലകൃഷ്ണൻ ഒരിക്കൽ ഒരു സുഹൃത്ത് സംഭാഷണത്തിൻ്റെ ഭാഗമായി പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. അമ്മ എപ്പോഴും അച്ഛൻ്റെ അവശതകളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് അപമതി ഉണ്ടാക്കുന്ന വിധത്തിൽ അപ്രകാരം പ്രവർത്തിച്ചതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നത് മര്യാദയല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഗോപാലകൃഷ്ണൻ ചോദിച്ചു കാണില്ല. എന്തായാലും അവരുടെ കൈപ്പടയിലൊരു കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സാമ്പത്തികമായ ദരിദ്രാവസ്ഥയുടെ വളരെ കരളലിയിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കാഴ്ചവെച്ചത്. അഗസ്തീശ്വരത്ത് ഒരു കാടും പടലിയും പിടിച്ചു കിടക്കുന്ന മനുഷ്യവാസമുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നുന്ന ഒരു ഒഴിഞ്ഞ ഇടത്തിൽ ചെന്നിട്ടാണ് ഗോപാലകൃഷ്ണൻ ദാനിയേലിനെ കാണുന്നത്. വല്ലാത്ത പരിതാപകരമായൊരു ജീവിതാവസ്ഥയിലാണ് ഗോപാലകൃഷ്ണൻ ദാനിയേലിനെ കണ്ടത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണനോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തു കൂടിയായ മണർകാട് മാത്യു ദാനിയേലിനെ കാണാൻ പോയ കഥ ഒരിക്കൽ എവിടെയോ എഴുതിയിരുന്നത് ഞാൻ വായിക്കുന്നു. മലയാള ചലച്ചിത്ര മാധ്യമരംഗത്തെ ഏറ്റവും ആരാധ്യനായ ഒരു എഴുത്തുകാരനായിരുന്ന, ഒരു പ്രവർത്തകനായിരുന്ന C.K. സോമൻ, അദ്ദേഹം ജെ.സി. ദാനിയേലിനെ കണ്ട് ജെ.സി. ദാനിയേലിനെ കാണുകയും ആ കണ്ട അനുഭവങ്ങളെക്കുറിച്ച് എഴുതുകയും ചെയ്തതും എന്നോ വായിച്ചതായ ഓർമ്മ മനസ്സിലുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇന്ന് ലഭ്യമായി നമ്മുടെ കയ്യിലുള്ളത് ഗോപാലകൃഷ്ണൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അവയിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ ദാനിയേലിൻ്റെ ജീവിതാന്ത്യം എന്ന് പറയുന്നത് ഒരിക്കലും ആഹ്ലാദകരമായിരുന്നില്ല. താൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇങ്ങനെ വലിയ തോതിൽ വളർന്ന് വ്യാപിച്ച് പന്തലിട്ട് വികസിച്ച് വിജയവുമായി മുന്നോട്ട് കുതിക്കുമ്പോഴും നിരാകരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ആരും അംഗീകരിക്കാനില്ലാതെ തിരിച്ചറിയാനില്ലാതെ കൃതജ്ഞതയുടെ മുൾക്കിരീടം മുഴുവനും പേറിക്കൊണ്ട്
ദാരിദ്ര്യത്തിലും നിരാശതയിലും ആണ്ടുപോയ ഒരു ജീവിതാന്ത്യമായിരുന്നു ദാനിയേലിൻ്റേത് എന്ന് വായിച്ചെടുക്കുവാനാണ് ഈ കുറിപ്പുകളിലെ സൂചകങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ആദ്യ കുതിപ്പുകൾക്ക് വീറും വീര്യവും പകരുന്നതിന് വേണ്ടി സ്വന്തം പ്രാണവായു നൽകി സ്വന്തം സത്ത സമർപ്പിച്ച ആദ്യ ചലച്ചിത്രകാരന്മാർക്ക് ഭാഷാഭേദമന്യേ രാജ്യഭേദമന്യേ എന്നും ഇത്തരം ദുരന്തങ്ങളെ തന്നെ വരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ച ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന പേരിൽ നാം ആഘോഷപൂർവ്വം ആദരപൂർവ്വം സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ജീവിതാന്ത്യം സാക്ഷ്യപ്പെടുത്തുന്നു. സിനിമയ്ക്കൊരു വ്യാകരണ ശാസ്ത്രം എഴുതിയ ഗ്രിഫിത്തിൻ്റെ അന്ത്യം എന്തായിരുന്നു? സമാനതകൾ എവിടെയുമുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്ക് മാത്രമായിട്ടുള്ള ദുര്യോഗമാകണമെന്നില്ല. എന്നും തുടക്കം കുറിക്കുന്നവർ, അതിൻ്റെ പുറകെ വരുന്നവർ ആ വഴി വലുതാക്കി വിസ്തൃതമാക്കി ഒരുപാട് അശ്വങ്ങളെ പൂട്ടിയ രഥങ്ങളിലൂടെ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ ആദ്യമായി കാലിൽ മുള്ള് തറച്ചുകൊണ്ട് ചോര ഒഴുക്കിക്കൊണ്ട് വഴി വെട്ടിത്തെളിക്കുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ ആളുകൾ വിസ്മൃതരാവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകനീതിയുടെ ഭാഗമാകാം. ഏതായാലും മലയാള സിനിമയിൽ ആദ്യമായി ചലിക്കുന്ന ദൃശ്യങ്ങൾ വെള്ളിത്തിരിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു സിനിമ സങ്കല്പിക്കുകയും എഴുതുകയും സംവിധാനം ചെയ്ത് നിർമ്മിക്കുകയും അതിൻ്റെ മറ്റ് സാങ്കേതിക ഭാഗങ്ങളുടെ ചുമതല കൂടി കൈയാളുകയും അതിൽ മുഖ്യവേഷം അഭിനയിക്കുകയും ചെയ്തുകൊണ്ട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും മലയാള സിനിമയുടെ ആദ്യ ചുവടുവെപ്പിന് സ്വന്തം ജീവിതം സമർപ്പിച്ച ജെ.സി. ദാനിയേലിനെ നന്ദിയോടെ പ്രണമിക്കേണ്ടിയിരിക്കുന്നു നമുക്ക്. വിഗതകുമാരൻ എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് പോലും ലഭ്യമല്ല. ഒരു 100 അടി ഫിലിം തുണ്ട് പോലും ലഭ്യമല്ല. ഒരുപക്ഷെ ആ ചിത്രം വരുത്തി വെച്ച കനത്ത സാമ്പത്തിക നഷ്ടത്തിൻ്റെയും തുടർന്നുള്ള കടുത്ത യാതനകളുടെയും പേരിൽ അതിനോട് തോന്നിയ നീരസം അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളോ ഈ പ്രിൻ്റുകൾ ഒരുപക്ഷെ കളിപ്പാട്ടങ്ങളായി ഉപയോഗിച്ച് പൂത്തിരി കത്തിക്കും പോലെ കത്തിച്ച് തീർത്തതാണോ? അങ്ങനെ ഒരു സന്ദേഹം ഉയരാൻ കാരണം അതും കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നിർമ്മല എന്ന് പറയുന്ന മലയാളത്തിൽ ആദ്യമായി പ്ലേബാക്ക് സംവിധാനം ഉപയോഗിച്ച ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത്. ആർട്ടിസ്റ്റ് ഷെവലിയർ പി ജെ ചെറിയനാണ് നിർമ്മിച്ചത്. അതിഭീകരമായ നഷ്ടമാണ് ആ ചിത്രം വരുത്തി വെച്ചത്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കൾ, എൻ്റെ ആത്മസുഹൃത്തും മനോരമ ന്യൂസിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫറുമായ പി ജെ ചെറിയാൻ അടക്കം അവരുടെ ബാല്യകാല വിനോദങ്ങൾ, നിർമ്മലയുടെ ഒരു പ്രിൻ്റ് അവിടെ ഇരുന്നത് അതിൻ്റെ നീളുകൾ ഒരു ഈർക്കിലിയിൽ ഇങ്ങനെ ചുറ്റിയ ശേഷം മെഴുകുതിരിയുടെ നാളത്തിൽ കാണിച്ചാൽ അത് പൂത്തിരി കത്തുന്നത് പോലെ കത്തുമായിരുന്നു. അങ്ങനെ പൂത്തിരി കത്തിച്ച് നിർമ്മലയുടെ പ്രിൻ്റ് തീർന്നു പോയ കഥ എന്നോട് ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. നിർമ്മലയുടെയും ഒരു ഫ്രെയിം പോലും ഇന്നും ലഭ്യമല്ല. ഇത് നിർമ്മലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിഗതകുമാരനിലും ഏതാണ്ട് അതിൻ്റെ പ്രിൻറ്റിനും അതിൻ്റെ അവശേഷിപ്പുകൾക്കും ഇത്തരത്തിലുള്ള സമാനമായ ഇതിന് സമാനമായ മറ്റേതെങ്കിലും തരത്തിലുള്ള വിധി തന്നെയായിരിക്കാം വരിക്കേണ്ടി വന്നിരിക്കും. ഏതായാലും അതിൻ്റെ ഒരു സംഘടന രംഗത്തിലെ ഒരു നിശ്ചല ഛായാചിത്രം, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫ് ഒഴികെ മറ്റൊന്നും തന്നെ ദാനിയേലിൻ്റെ യൗവന കാലഘട്ടത്തിലെ ഫുൾ സൂട്ടിട്ട് നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രവും വാർദ്ധക്യകാലത്തെ അവശത സ്ഫുരിച്ചു നിൽക്കുന്ന ദൈന്യതയാർന്നൊരു ചിത്രവും മാറ്റിവെച്ചാൽ വിഗതകുമാരൻ്റെ ഓർമ്മശേഷിപ്പുകളായി ഇന്ന് നമ്മുടെ കയ്യിൽ പ്രാപ്യമല്ല, നമുക്ക് ലഭ്യമല്ല എന്നുള്ള ഒരു ദുഃഖസത്യം കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കാണണം. അനീതിക്കെതിരെ പൊരുതുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീരസാഹസിക കഥയായിരുന്നുവെന്ന് നമുക്ക് സങ്കല്പിച്ചെടുക്കാം. കാരണം അതിൻ്റെ കഥയോ തിരക്കഥയോ സംഭാഷണമോ ചിത്രത്തിൻ്റെ പ്രിൻ്റോ ഒന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ജെ.സി. ദാനിയേലിനെ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ചെന്ന് കാണുമ്പോൾ താൻ നിർമ്മിച്ച ആദ്യ ചിത്രത്തിൻ്റെ ഒരു കഥാതന്തുവോ അതിൻ്റെ ആഖ്യാന രീതിയോ വിശദമായി പറഞ്ഞു കേൾപ്പിക്കാവുന്ന ഓർമ്മയുടെ അലറുകൾ അദ്ദേഹത്തിൽ ബാക്കിയുണ്ടായിരുന്നുവോ? അഥവാ അതേക്കുറിച്ച് സംസാരിക്കാൻ മാത്രം ആരോഗ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവോ? കൂടെ അഭിനയിച്ചിരുന്ന ഏതാനും പേരൊഴികെ മറ്റാരുടെയും പേരുകൾ പോലും ഓർമ്മയിൽ തത്തി നിൽക്കാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തെ കണ്ടതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച്, ഈ ചിത്രം ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചു എന്നുള്ളത്, ഈ പ്രത്യേക തീയതിയിൽ അത് പ്രദർശിപ്പിച്ചു എന്നുള്ളത്, ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വളരെ പ്രശസ്തനായ അഭിഭാഷകനായിരുന്ന മല്ലൂർ ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകരിൽ ഒരാളായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ സൂചകങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും നമുക്ക് പ്ലാൻ ചെയ്ത് മാപ്പ് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ട്.
അവിടുത്തെ രേഖകളിൽ അതിൻ്റെ ആർക്കൈവിക്കൽ റെക്കോർഡ്സിൽ പരിശോധിച്ചാൽ കണ്ടെത്താവുന്നുള്ളൂ. ക്യാപിറ്റോൾ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൽ സിനിമകൾ കൊടുത്തിരുന്ന നിർമ്മാതാക്കളും വിതരണക്കാരും ഉണ്ടായിരുന്നു. അതിൻ്റെ ലോഗ് ബുക്കുകളിലൂടെ സഞ്ചരിച്ചാൽ ഈ ചിത്രം ആ ദിവസം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുവാൻ കഴിഞ്ഞേക്കാം. എന്തായിരുന്നാലും 1928 മലയാളത്തിലൊരു നിശബ്ദ ചിത്രം നിർമ്മിച്ചു എന്നതിൻ്റെ ക്രെഡിറ്റ് ജെ.സി. ദാനിയേലിന് അവകാശപ്പെട്ടതാണ് എന്ന് നമ്മുടെ ഭരണകൂടവും നമ്മുടെ ചലച്ചിത്ര വ്യവസ്ഥിതിയും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ജെ.സി. ദാനിയേൽ അവാർഡ് എന്ന മലയാള ചലച്ചിത്ര വേദിയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. ജെ.സി. ദാനിയേൽ അതിൽ കൂടുതൽ അർഹിച്ചിരുന്നു എന്ന് കുണ്ഠിതത്തോടു കൂടി ഏറ്റുപറയുവാൻ മാത്രമേ നമുക്കിന്ന് സാധ്യമാകുന്നുള്ളൂ. ദാദാസാഹിബ് ഫാൽക്കെയുടെ രാജാ ഹരിശ്ചന്ദ്ര ഇനിയും ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ പൊട്ടും പൊടിയുമെങ്കിലും നമുക്ക് ഭാഗ്യശേഷിപ്പുകളായിട്ടുണ്ട്. വിഗതകുമാരൻ മുറിപ്പെടുത്തുന്നൊരു ഓർമ്മയായി, ഒരു നിശ്ചല ചിത്രമായി, വാചാലമായി നമ്മുടെ കാലഘട്ടത്തോട് ചോദ്യങ്ങൾ തുരുതുരെ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ജെ.സി. ദാനിയേലിനോട് മാപ്പ് പറയുക മാത്രമാണ് നമുക്ക് ഇനി ബാക്കി ചെയ്യുവാനാകുന്നത്.